ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഹോരാശാസ്ത്രകാരനായ വരാഹ മിഹിരാചാര്യൻ പറഞ്ഞ പുണർദം നക്ഷത്രത്തിൻ്റെ ലക്ഷണങ്ങളും നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിലായി ജനനം ഉണ്ടാകുമ്പോൾ ഉള്ള ലക്ഷണ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥവും പറയുന്നു. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യം പുണർദം നക്ഷത്രത്തിൻ്റെ ലക്ഷണ ശ്ലോകം. ദാന്ത സുഖീ സുശീല ദുർമേധ രോഗഭാഗ് പിപാസു ച അൽപേന സന്തുഷ്ട ച മനുജ പുനർവസൗ ജായതേ. ഇതാണ് ശ്ലോക ഭാഗം. ഇതിൻ്റെ അർത്ഥമായി വരുന്നത് തപസ്സിൻ്റെ ക്ലേശത്തെ സഹിക്കുന്നവനും നല്ല ശീലങ്ങളോട് കൂടിയവനും അറിവില്ലാത്തവനും രോഗപീഡിതനും അമിതമായ ദാഹത്തോടു കൂടിയവനും അല്പം കിട്ടിയാലും സന്തോഷിക്കുന്നവനും പുണർദം നാളിൽ ജനിക്കുന്നു. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം. പൃഥു രോമ പൃഥു തനു ബധിര സദാ വാതകീ ഡംഭ കാമി തഥാ കോപി ച പുരുഷതു അതിത്യാദൗ ജായതേ. ഇതാണ് ശ്ലോക ഭാഗം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് തടിച്ച രോമങ്ങൾ ഉള്ളവനും തടിച്ച ശരീരമുള്ളവനും ചെവി കേൾക്കാത്തവനും എല്ലാ സമയത്തും വാതരോഗിയും ഡംഭുള്ളവനും ക്രോധമുള്ളവനും പുണർദം നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിക്കുന്നു. അതായത് നക്ഷത്രം ഉദിച്ച് ആദ്യ 15 നാഴികയ്ക്കുള്ളിൽ ജനനമുണ്ടാകുമ്പോഴാണ് 1-ാം പാദത്തിൽ ജനിക്കുന്നു എന്ന് പറയുന്നത്. അടുത്തത് 2-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ്. പിത്തോഷ്ണവാൻ സദാചാരി നിർബോധോ ദന്തുര തഥാ കുശല ധാർമ്മിക യേവച പുരുഷതു അതിത്തേ ദ്വിതീയാംശേ ജായതേ. ഇതാണ് ശ്ലോക ഭാഗം. ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് പിത്തം മൂലം ഉണ്ടാകുന്ന ഉഷ്ണത്തോട് കൂടിയവനും സദാചാരബോധം ഉള്ളവനും ആത്മജ്ഞാനം ഇല്ലാത്തവനും ഉയർന്ന പല്ലുകൾ ഉള്ളവനും കൗശലക്കാരനും ധർമ്മത്തെ ആചരിക്കുന്നവനും പുണർദം നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിൽ ജനിക്കുന്നു. അതായത് നക്ഷത്രം ഉദിച്ച് ആദ്യ 15 നാഴികയ്ക്കും 30 നാഴികയ്ക്കും ഉള്ളിൽ ജനിക്കുമ്പോൾ 2-ാം പാദ ജനനം എന്ന് പറയുന്നു. അടുത്തത് 3-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ്. ലോല ക്ഷീണവപു സാധു കാവ്യകൃൽ സത്യവാചക ദന്തരോഗി ചിരായു ച പുരുഷതു അതിതേ തൃതീയാംശേ ജായതേ. ഇതാണ് ശ്ലോക ഭാഗം. ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ദുർബലമായും മെലിഞ്ഞും ഇരിക്കുന്ന ശരീരത്തോട് കൂടിയവനും സൽക്കാവ്യങ്ങളുടെ കർത്താവായിരിക്കുന്നവനും സത്യം പറയുന്നവനും ദന്തരോഗിയും ദീർഘായുസുള്ളവനും പുണർദം നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിൽ ജനിക്കുന്നു. അതായത് നക്ഷത്രം ഉദിച്ച് 30 നാഴികയ്ക്കും
45 നാഴികയ്ക്കും ഉള്ളിലായി ജനിക്കുന്നു. അടുത്തത് 4-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ്. കാമി കാന്തവപു സ്നേഹി സ്ത്രീപ്രിയ പ്രിയദർശന ലക്ഷ്മവാൻ പരിവാരി ച പുരുഷതു ആദിത്യന്ത്യേ ജായതേ. ഈ ശ്ലോക ഭാഗത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് അധികമായ വിഷയാഗ്രഹങ്ങൾ ഉള്ളവനും മനോഹരമായ ശരീരം ഉള്ളവനും സ്ഥായിയായ സ്നേഹം ഉള്ളവനും സ്ത്രീകളെ പരിലാളിക്കുന്നവനും പ്രീതികരമായ ദർശനത്തോടു കൂടിയവനും ശരീരത്തിൽ ഒരു അടയാളം ഉള്ളവനും വളരെ പുത്രന്മാരും ഭൃത്യന്മാരും ഉള്ളവനും പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ, അതായത് 4-ാം പാദത്തിൽ ജനിക്കുന്നു. അതായത് നക്ഷത്രം ഉദിച്ച് 45 നാഴികയ്ക്കും 60 നാഴികയ്ക്കും ഉള്ളിലായ ജനനമാണ് 4-ാം പാദ ജനനം, അല്ലെങ്കിൽ അന്ത്യപാദ ജനനം. ആചാര്യൻ വരാഹ മിഹിരൻ പറഞ്ഞു വച്ചിരിക്കുന്ന പുണർദം നക്ഷത്രത്തിൻ്റെ ലക്ഷണ ശ്ലോകവും അർത്ഥവും 4 പാദങ്ങളുടെയും ലക്ഷണ ശ്ലോകവും അർത്ഥവും പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9655232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.